Geometric progression or GP. A series is said to be in GP if every term of it is obtained by multiplying the previous term by a constant number. This constant number is called common ratio, denoted by the letter small r. So ലാസ്റ്റ് ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു സീരീസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സീരീസിലെ എല്ലാ എലമെൻസിനെയും അതിന് തൊട്ട് മുമ്പുള്ള എലമെൻസിനോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരുന്നു. സോ ത്രൂ ഔട്ട് ആ സീരീസിൽ അങ്ങനെ തന്നെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. സോ അതിനാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് നമ്പറിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു, ഡി. ഇവിടെ നമ്മൾ കോമൺ റേഷ്യോ ആണ് പറയുന്നത്. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ജി പിയിലാവണം എന്നുണ്ടെങ്കിൽ ആ ജി പിയിലെ ഓരോ എലമെൻറ്റിനെയും അതിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റിനോട് ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് നമ്പറിനെ നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 4, 8, 16 ഒരു ജി പി ആണ് തന്നിട്ട് 5, 10, 20, 40 രണ്ടാമതൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4, 8, 16 എന്ന് പറയുന്ന ജി പി ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം 4 ആണ്. അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 കിട്ടി. ദെൻ വീണ്ടും 2 മൾട്ടിപ്ലൈ ചെയ്തപ്പം 16 കിട്ടി. അഗെയിൻ സെക്കൻഡ് സീരീസിൽ 5നോട് 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 കിട്ടി. 10നോട് 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20 കിട്ടി. അങ്ങനെയാണ് പോകുന്നത്. വെൻ ദ കോമൺ റേഷ്യോ is positive and less than 1, the series is a decreasing GP. When the common ratio is positive and greater than 1, the series is an increasing GP. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ കോമൺ റേഷ്യോ പോസിറ്റീവ് ആവുകയും അത് ലെസ് ദാൻ 1 ആവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതുപോലെ when the common ratio is positive and greater than 1, കോമൺ റേഷ്യോ പോസിറ്റീവ് ആണ്, എന്നാൽ 1നേക്കാൾ കൂടുതലാണെങ്കിൽ ആ തന്നിട്ടുള്ള സീരീസ് ഒരു ഇൻക്രീസിങ് ജി പിയിലായിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ 3, 6, 12, 24 എക്സെട്ര ഇതൊരു ജി പി ആണ്, റൈറ്റ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും 2 കൺസെക്യൂട്ടീവ് ടേം എടുക്കുക, ഡിവൈഡ് ചെയ്യാം. സോ ഇപ്പം ഇതിൽ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? 6/3 2 ആണ്, റൈറ്റ്. 12/6 2 ആണ്. 24/12 2 ആണ്, റൈറ്റ്. സോ ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇതൊരു ഇൻക്രീസിങ് ജി പി ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ 4, 2, 1, 1/2 എക്സെട്ര. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2/4 1/2 ആണ്. ദെൻ 1/2 അഗൈൻ 1/2, ദെൻ 1/2/1 എടുത്താലും നമുക്ക് റേഷ്യോ 1/2 ആണ് കിട്ടുന്നത്. സോ കോമൺ റേഷ്യോ 1/2 ആണ്. 1/2 ലെസ് ദാൻ 1 ആണ്. സോ ഇതൊരു ഡിക്രീസിങ് ജി പി ആണ്, റൈറ്റ്. nth ടേം ഓഫ് എ ജി പി. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചപ്പോഴും nth ടേം എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ടേം കാണാനായിട്ട് പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ nth ടേം എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജോമെട്രിക് പ്രോഗ്രഷനിലും അങ്ങനെ തന്നെയാണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു. ഈച്ച് ടേം ഇസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പ്രീവിയസ് ടേം വിത്ത് ആർ. അതായത് ജോമെട്രിക് പ്രോഗ്രഷനിലെ ഓരോ ടേമും കിട്ടുന്നത് തൊട്ട് മുമ്പുള്ള ടേമിനോട് കൂടി അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്, ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ
സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ ജി പി എന്ന് പറയുന്നത് ആദ്യത്തെ ടേം എ ആണെങ്കിൽ രണ്ടാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടേമിനോട് കൂടി നമ്മൾ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എ ഇൻറ്റു ആർ കിട്ടും. ഇനി ആ ടേമിനോട് കൂടി വീണ്ടും കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എ ആർ സ്ക്വയർ കിട്ടും. എ ആർ ഇൻറ്റു ആർ. സോ രണ്ടിനും ആറിൻ്റെ പവർ 1 ആണ്. സോ അത് രണ്ടും കൂടി കൂട്ടുമ്പം എ ആർ സ്ക്വയർ കിട്ടും. വീണ്ടും ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ആർ ക്യൂബ്. സോ എക്സെട്ര എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. ഇതാണ് ഒരു ജി പിയുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ nth ടേം കാണാനായിട്ട് nth ടേം എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. അതാണ് നമുക്ക് അറിയാത്തത്. സോ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടി എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ. Given the series 2, 6, 18, 54, etc. Find 12th term and nth term. സോ നമുക്കിവിടെ ഒരു സീരീസ് തന്നിരിക്കുകയാണ്. ജി പി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 12th ടേമും അതുപോലെ nth ടേമുമാണ്. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. കോമൺ റേഷ്യോ 6/2 3, 18/6 3, 54/18 3. സോ കോമൺ റേഷ്യോ 3 ആണ്. 12th ടേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ n12 ആയിട്ട് എടുക്കുക. സോ ഫോർമുല നമുക്കറിയാം, ടി എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. സോ T12 ഈക്വൽ ടു എ 2 കൊടുക്കുക, 2 ഇൻറ്റു ആർ ഇസ് 3, 3 റൈസ് ടു 12 മൈനസ് 1 n12 ആണ്. സോ 2 ഇൻറ്റു 3 റൈസ് ടു 11, 2 ഇൻറ്റു 3 റൈസ് ടു 11. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇസ് 177147. ഇനി നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഈ ഒരു ചിഹ്നമാണ് നോക്കേണ്ടത്. റൈസ് ടു എന്നുള്ളതാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ 2 ഇൻറ്റു 177147. ഫൈനൽ ആൻസർ 354294. ഇനി nth ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. nth ടേം അഗൈൻ ടി എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. nth ടേം. സോ n ഇസ് n. ഇനി എ കൊടുക്കുക, ആർ കൊടുക്കുക, 2 ഇൻറ്റു 3 റൈസ് ടു എൻ മൈനസ് 1. n അതുപോലെ തന്നെ ഇടുന്നു. സോ nth ടേം എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 റൈസ് ടു എൻ മൈനസ് 1. Find 15th term of a GP. 3 minus 6 12 minus 24 etc. സോ ഒരു ജി പി തന്നിട്ടുണ്ട്. അതിൻ്റെ 15th ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -6/3 വിച്ച് ഈസ് -2. റൈറ്റ്. ഇനി 15th ടേം ആയതുകൊണ്ട് എൻ്റെ വാല്യൂ 15 എടുക്കുന്നു. സോ നമുക്കറിയാം nth ടേം കാണാൻ ടി എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ആണ്. സോ എന്നിന് 15 കൊടുക്കുന്നു. സോ T15 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു 15 minus 1, that is a into r raised to 14. So a 3 ആണ്. 3 into r minus 2 ആണ്. 3 into minus 2 all raised to 14. So minus 2 all raised to 14 എന്ന് പറയുന്നത് 16384 ആണ്. റൈറ്റ്. സോ കാൽക്കുലേറ്ററിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങളിങ്ങനെയാണ് അത് കാണേണ്ടത്. So 3 into 16384. So 49152. Which term of the series 2, 1, 1/2 etc. is 1/2048? നമുക്കൊരു ജി പി തന്നിട്ടുണ്ട്. ആ ജി പിയുടെ എത്രാമത്തെ ടേമാണ് 1/2048 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 2 ആണ്. a equal to 2. ദെൻ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2
ഡിവൈഡ് ബൈ 1 ഓർ 1/2. ദെൻ എത്രാമത്തെ ടേം ആണെന്നുള്ളത് നമുക്ക് കാണേണ്ടത്. സോ n അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. nth ടേം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/2048 ആണ്. ഇക്വേഷൻ അറിയാം, Tn ഈക്വൽ ടു a ഇൻറ്റു r റേസ് ടു n മൈനസ് 1, റൈറ്റ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2048 equal to a into r raised to n minus 1, that is 2 into 1/2 raised to n minus 1, right. ഇനി നമുക്ക് 2 into 1/2 whole raised to n minus 1 എന്നാണ്. ആ 2നെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 2 ഇൻറ്റു എന്നുള്ളത് ഇൻറ്റു 1/2 എന്നാവും. അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയും. So 1/2048 into 1/2 equal to 1/2 whole raised to n minus 1, that is 1/2048 into 1/2, that is 1/4096 equal to 1/2 whole raised to n minus 1. So 1/2 whole raised to n minus 1 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 1 raised to n minus 1 divided by 2 raised to n minus 1 എന്നെഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട്. So 1/4096 equal to 1 raised to n minus 1 is 1, then 2 raised to n minus 1. So നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1/4096 equal to 1/2 raised to n minus 1 എന്നുള്ളതാണ്. ഈ രണ്ട് സമത്തിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ടേംസിൻ്റെ അംശം സെയിം ആണ്. സോ നമുക്ക് കിട്ടേണ്ടത് 2ൻ്റെ എത്രാമത്തെ പവറാണ് 4096 എന്നാണെന്നുള്ളത് നോക്കേണ്ടത്. സോ 2ൻ്റെ 12ാമത്തെ പവറാണ് 4096. സോ അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. n minus 1 equal to 12. സോ n equal to 13. Okay. Now next question. If 5th term and 10th terms of a GP are 32 and 1024, find first term and common ratio. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ജി പിയുടെ 5th ടേം എന്ന് പറയുന്നത് 32 ആണ്, 10th ടേം എന്ന് പറയുന്നത് 1024 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേമും അതുപോലെ കോമൺ റേഷ്യോയുമാണ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്. സോ നമ്മൾ എ എന്നുള്ളത് ഫസ്റ്റ് ടേം ആക്കി എടുക്കുന്നു, കോമൺ റേഷ്യോ ആസ് യൂഷ്വൽ ആർ എന്നെടുക്കുക. സോ ജി പിയുടെ nth ടേം എന്ന് പറയുന്നത് a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ആണ്, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ 5th ടേം നമുക്ക് തന്നിട്ടുണ്ട് 32 ആണ്, റൈറ്റ്. സോ T5 ഈക്വൽ ടു 32 എന്ന് എഴുതാം. T5 ഈക്വൽ ടു 32 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അവിടെ n5 ആണ്, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ a ഇൻറ്റു r റേസ് ടു n മൈനസ് 1, n-ന് 5 കൊടുത്തു കഴിഞ്ഞാൽ a ഇൻറ്റു r റേസ് ടു 4 ഈക്വൽ ടു 32. സോ 5th ടേം 32 ആണ് എന്നുള്ളതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം, a ഇൻറ്റു r റേസ് ടു 4 ഈക്വൽ ടു 32. ഇനി 10th ടേം തന്നിട്ട് 1024 ആണ്. സോ ഇതുപോലെ n-ന് 10 കൊടുക്കുക. സോ a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 എന്നുള്ളതിൽ n-ന് 10 കൊടുക്കുമ്പം a ഇൻറ്റു r റേസ് ടു 10 മൈനസ് 1 എന്ന് കിട്ടും, റൈറ്റ്. സോ a ഇൻറ്റു r റേസ് ടു 9 ഈക്വൽ ടു 1024. സോ അത് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആക്കി എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കാണാൻ എളുപ്പമാണ്. ആദ്യത്തെ ഇക്വേഷൻ a ഇൻറ്റു r റേസ് ടു 4 ഈക്വൽ ടു 32, ഇക്വേഷൻ a ഇൻറ്റു r റേസ് ടു 9 ഈക്വൽ ടു 1024. സോ രണ്ടിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം a ഇൻറ്റു r റേസ് ടു 9 ബൈ a ഇൻറ്റു r റേസ് ടു 4 ഈക്വൽ ടു 1024 ഡിവൈഡ് ബൈ 32 എന്ന് കിട്ടും. സോ ഇവിടെ മേലെ താഴെയും ഫസ്റ്റ് ടേം അതായത് a വെട്ടിപ്പോവും. ദെൻ നമുക്കുള്ളത് അടിയിലുള്ള r റേസ് ടു 4ഉം പിന്നെ
മേലെയും ഒരു r/4 ഉണ്ട്. അത് രണ്ടും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ r/9 ആണുള്ളത്. സോറി, r/5 ആണുള്ളത്. റൈറ്റ്. അതായത് r/9/r/4 എന്ന് പറയുന്നത് r/9 - 4 ആണ് റിസൾട്ട്. ഇത്രയും മനസ്സിലാക്കി. r/5 ഈക്വൽ ടു 1024/32, ദാറ്റ് ഈസ് r/5 ഈക്വൽ ടു 32 എന്ന് കിട്ടും. സോ നമുക്ക് രണ്ടിൻ്റെയും സമത്തിലുള്ള രണ്ട് സംഖ്യകളുടെയും പവർ ഈക്വൽ ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ r/5 ഈക്വൽ ടു രണ്ടിൻ്റെ എത്രാമത്തെ പവറാണ്? ഏതോ ഒരു സംഖ്യയുടെ 5th പവറാണ് r എന്ന് പറയുന്നത്. സോ രണ്ടിൻ്റെ 5th പവറാണ് 32. സോ r/5 ഈക്വൽ ടു 2/5 എന്ന് എഴുതാം. സോ r ഈക്വൽ ടു 2. ഇനി ആറിൻ്റെ വാല്യൂ 2 ആണ്. അത് ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ a × 2/4 ഈക്വൽ ടു 32 എന്ന് എഴുതാം. 16 ഈക്വൽ ടു 32. സോ അതുകൊണ്ട് a ഈക്വൽ ടു 32/16 വിച്ച് ഇസ് 2. റൈറ്റ്. ഓക്കെ. സം ഓഫ് n ടേംസ് ഓഫ് എ GP. ഒരു GP തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ടേംസിൻ്റെ തുക എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അതിനുള്ള ഇക്വേഷനാണ്. ഫസ്റ്റ് വൺ, Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r/n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആകുമ്പോഴാണ്, അതായത് 1 ചെറുതാകുമ്പോഴാണ്. നെക്സ്റ്റ് ഇക്വേഷൻ Sn ഈക്വൽ ടു a ഇൻറ്റു r/n - 1 ഡിവൈഡഡ് ബൈ r - 1. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോമൺ റേഷ്യോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ്. ഓക്കെ. സോ രണ്ട് ഇക്വേഷൻസാണ് നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് GP കാണാനായിട്ടുള്ളത്. ഓക്കെ.